ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം. ഇരുന്നോ. വാ. എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട്? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ 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 ഹലോ. എൻ്റെ പേര് മിനി, ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ 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 ഹലോ. ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്, അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒന്നും തോന്നരുത് കേട്ടോ, ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടി കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാറികള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് ഒരു 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്ക് ഇട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ അത്ര സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിള്ളേർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്, മിനി. ഏത് ലവ്വോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ? ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. ഡോണ്ട് വറി, സയൻസോ. എവിടെ വിളിക്കണ്ട. എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയടാ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ. ആങ്ങള അല്ല, ഇത് പെങ്ങളാ. സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ.
പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ഇച്ഛായൻ. അപ്പൊ നീ എന്താണ് പറഞ്ഞത്? ഐ എം സോറി. ഞാൻ എടി എന്താണ് ഇത്? അടിച്ചത് എന്ത് പ്രാന്ത അയ്യോ നീ കാണിക്കുന്നത്? ഇവിടെ എന്താ കാണിച്ചത് നമ്മ ചോദിച്ചോ? ആ ചോദിക്കാം. ഉച്ച മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു നമ്മ ചോദിച്ചോ? ചോദിക്കാം. ആരോട് ചോദിച്ചത്? മാറ്റിക്ക് പോയത് തക്ക സമയത്ത് ഞാൻ ചെന്നിലായിരുന്നെങ്കിൽ അവന്മാരോട് പോയനെ ബൈക്കിന് അടിച്ചതിന്റെ ഷേപ്പ് വേറെ ഇടാം അങ്ങോട്ട്. പറക്കേ. പറക്കി. അയ്യോ ചായ എടാ വേണ്ട വേണ്ട പറഞ്ഞേ. ഒന്നും പറയണ്ട. അവളെല്ലാം എന്നോട് പറഞ്ഞതാ. വല്ലവന്മാരും അവളുടെ പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ? അമ്മച്ചിയോട് എന്നോട് അവള് സത്യം ചെയ്തതാ. അയ്യോ ചായ കേൾക്കണം. കേൾപ്പിച്ചു കൊടുക്കുമോളെ. പടാ വന്ന് കേക്കടാ. സത്യം ചെയ്യട്ടെ അമ്മച്ചി. ചെയ്തോ മോളെ, അങ്ങോട്ട് നോക്കടാ. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ്. ഞാൻ വഴി പിഴച്ച് എങ്ങും പോവില്ല. സത്യം സത്യം സത്യം. മതി 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 മോള് പൊയ്ക്കോ, സാരമില്ല. എന്നതാടാ ഇവിടെ കാഴ്ച കാണാൻ നിൽക്കുന്നത്? പോയി കളിക്കും പിള്ളേരെ. അയ്യോ ചായ അവന്മാരെ അഡ്രസ് എന്തിന്? രണ്ട് കൊടുക്കാൻ. അവന്മാർക്കിട്ടേ കൊടുത്തല്ലേ? അത് പോലീസിന്റെ ഇടി. നീ വർക്കിയോട് കൊടുക്കാതെ വർക്കിക്ക് ഉറക്കാൻ പറ്റില്ല. അഡ്രസ് പറ. കാരക്കാട്ടെ കേണലിന്റെ വീട്ടിലെ താമസം. കൈയും കാലം നോടിക്കാൻ നിൽക്കരുത്. ആരാടാ ഇന്ന് എന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? അടുത്തത് പറയടാ, ആരാടാ ഈ വർക്കിയുടെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ഞങ്ങളാടാ. എന്റെ അമ്മേ. ഓടിക്കോ, എടാ, സുധി, എളുപ്പം പോടാ. അവന്മാരല്ല. മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ. തെറ്റായി പോയെന്നറിയാം. അതിനെവിടെയും വന്ന് മാപ്പി ചോദിക്കാം. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും. ഏതവന്മാരാണ് പിള്ളേരെ തല്ലുന്നത്? അയ്യോ ആ വട്ടനാ, വാ, 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 വേഗം വാ. അടങ്ങ് അവന്മാര് പോയല്ലോ, പിന്നെന്താ? പോയാലെന്താണോ അവരെല്ലാം കൂടെ നിങ്ങളെ തല്ലിയില്ലേ? അതിന് അങ്കിൾ എന്താ അബദ്ധമായി കാണിച്ചത്? വെടിയെങ്ങനെ അവന്മാർക്കിട്ട് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റമായനല്ലോ. ആയാലെന്താ? ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഐ ആം മെന്റൽ. മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും, കേട്ടോ? അത് കഴിഞ്ഞ് വന്നാ മതി. പൈസ ഞാൻ തരും. എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ. കർത്താവേ, സക്സസ് സക്സസ്. എന്താ ആക്സിഡന്റ് പറ്റാണോ? പിന്നെ കുറെ പേരൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി. ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറില്ലാത്ത കശ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. ആ ആ ഇവിടെ ആ. ഓ
മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരാ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട് ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്. ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്ക് കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ നിനക്കൊക്കെ പോകുന്ന പാടത്തിനെ കാണിക്കാൻ ഞങ്ങളുടെ വിടണ്ടേ. പോകട്ടെ അന്തരാളെ പോയതിന്റെ ഒക്കെ. നെല്ലിന് തളിക്കാൻ വെച്ചേതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചതെന്നാ തോന്നണ. എന്തൊരു നീറ്റല്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി ഈ പണി വേണ്ട, വിട്ടേര്. അവൾ അവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ സഹിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ ഇല്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ, ഈയോ. അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയോ? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും.